ആശാനെ ഒരു ഡൗട്ട് ഉണ്ട്. ഈ ഡൗട്ട് ചോദിക്കാനെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ജിമ്മിൽ വരണുണ്ടല്ലോ, അത് മതി. എത്ര കഴിച്ചിട്ട് അങ്ങോട്ട് പിടിക്കണില്ല. എന്നാ നീ എവിടെയെങ്കിലും പിടിച്ചു നിന്നിട്ട് കഴിക്കും, അപ്പൊ ശരിയാവും. ആശാനെ ശരീരം അങ്ങോട്ട് പുഷ്ടിപ്പെടലാന്ന്. കുറച്ച് കമ്പോസ്റ്റോളം മാറ്റിട്ടോട്, പുഷ്ടിപ്പെടും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറഞ്ഞാ. നീ ഒരു ദിവസം എത്ര നേരം ആഹാരം കഴിക്കും? ഒരു 3-4 നേരം കഴിക്കും ആശാനെ. ഹനുമാൻ മരുത്വാമലയും കൊണ്ടുപോകും പോലെ ആയിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും കഴിച്ചിട്ടേ ഒരു കാര്യമില്ല. ഈ 3-4 നേരം തിന്നണേനെ സ്പ്ലിറ്റ് ചെയ്ത് 5-6 നേരമായിട്ട് തിന്നാൻ നോക്കണം. അല്ലാതെ ഉള്ളതെല്ലാം കൂടെ വാരി അണ്ണാക്കിലിട്ട് വെള്ളം ഒഴിച്ച് അണ്ടാവ് നിറയ്ക്കും പോലെ അല്ല. കുറച്ചായിട്ട് ഒരുപാട് നേരം തിന്നാൻ ശ്രമിക്കണം. അത് നമ്മൾ പണ്ടൊരിടത്ത് പഠിച്ചിട്ടുണ്ട്. എവിടെയെന്നറിയാമോ? അംഗൻവാടികളിലും നഴ്സറികളിലും. അത് എന്നെ പഠിപ്പിച്ചില്ലല്ലോ ആശാനെ. പിന്നെ അവർ കക്കൂസ് ഇരുത്തിയാ പഠിപ്പിച്ചത്? അല്ല. എന്നാ പിന്നെ നീയും പഠിച്ചാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പണ്ട് നമ്മൾ അംഗൻവാടി പോകുമ്പോഴേ രാവിലെ വീട്ടിൽ നിന്ന് കഴിപ്പിച്ചിട്ട് വിടും. 10 മണിയാകുമ്പോൾ കഴിക്കാൻ തരും, ഉച്ചയ്ക്ക് കഴിക്കാൻ തരും, വൈകുന്നേരം ആകുമ്പോൾ പാല, മുട്ട, കപ്പലന്റെ ഉപ്പാവ് അങ്ങനെ എന്തെങ്കിലും തരും. വീട്ടിൽ ചെന്നാല അമ്മ പിടിച്ചിരുത്തി കുത്തി ഇറങ്ങും. അതൊരു റൊട്ടീനായിരുന്നു. ആ റൊട്ടീൻ സ്കൂളിൽ ചേർന്നപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തെ പിള്ളേരെ വായി നോക്കാൻ പോകും. ആ വായി നോട്ടൊക്കെ നിർത്തിയിട്ട് ആ റൊട്ടീൻ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ ഇപ്പൊ ഈ കിടന്ന് കഷ്ടപ്പെടാതെ നമുക്ക് നല്ല ആരോഗ്യവാനായിട്ടിരിക്കാം. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്നും പറഞ്ഞ് നാളെ രാവിലെ മുതൽ അംഗൻവാടിയിൽ നിന്ന് പോയി ഇരുന്ന് കളയും. ആശാനെ 5 കിലോ ഡമ്പൽ പോലും എടുത്ത് അടിക്കാൻ പറ്റില്ല, പെട്ടെന്ന് തളർന്നു പോകും. അത് ഈ വീട്ടിൽ ഇരുന്നുള്ള അടി ഉണ്ടല്ല, അത് കുറച്ചിട്ട് ഇവിടെ വല്ലപ്പോഴും വന്ന് ആ ഡമ്പലൊക്കെ എടുത്ത് 4 അടി അടിക്കണം. വീട്ടിൽ ഇരുന്നുള്ള അടിയാ? നിന്റെ അനാവശ്യ ഫുഡടി, വെള്ളമടി, പിന്നെ ആ ഒടുക്കത്തെ സിഗരറ്റ് വലി, അതെല്ലാം നിർത്തിയിട്ട് മര്യാദക്ക് ഇവിടെ വന്ന ഇതെല്ലാം എടുത്ത് അടിക്കാൻ പറ്റും. ആ അടിയായിരുന്നു. അല്ലാതെ പിന്നെ ഏതടി?